Good afternoon, everyone. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Okay. Yeah. Okay. Good afternoon. So, in prayer, Ma'am, ഞാനാണ് ചെയ്യാം. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We walk hand in hand, we walk hand in hand, we walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace. We shall live in peace. We shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. We are not afraid. We are not afraid. We are not afraid today. Oh, deep in my heart, I do believe we shall overcome someday. The all world around, the all world around, the all world around someday. Oh, deep in my heart, I do believe we shall overcome someday. Thank you, ma'am. Yeah. Okay. Next thought of the day. Sign in പറയാമോ മാഡം? Time will elapse. Human thoughts and actions must change. കാലം ഇനിയും കടന്നുപോകും. മനുഷ്യ ചിന്തകൾക്കും കർമ്മങ്ങൾക്കുമാണ് മാറ്റം സംഭവിക്കേണ്ടത്. സൈൻ ഇൻ ബൈ രഞ്ജിനി. Yeah. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഏതാണ് പറഞ്ഞത്? Adverb. Adverb ആണോ? അതെ. Adjective എല്ലാവർക്കും ക്ലിയർ അല്ലേ? മോക്ക് ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? മോക്ക് ടെസ്റ്റ് നന്നായിരുന്നു മാം. ഫുൾ ഉണ്ട്, കുഴപ്പമില്ല, നല്ലായിരുന്നു, നന്നായിട്ട് ചെയ്തു. നന്നായിട്ട് ചെയ്തു. അപ്പൊ മനസ്സിലായല്ലോ ഇങ്ങനെയൊക്കെയാണ് വരാ. ഓക്കെ, അപ്പൊ അഡ്ജക്റ്റീവ് ക്ലിയർ ആണ് അല്ലെ? എല്ലാവർക്കും ക്ലിയർ ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? മീൻസ് മോക്ക് ടെസ്റ്റ് അടിപൊളിയായിരുന്നു. അപ്പൊ അഡ്ജക്റ്റീവ്, ഫ്രേസ്, ക്ലോസ് ഇതെല്ലാം ക്ലിയർ ആണ് അല്ലെ? ഇനി വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെ? ഓക്കെ, അപ്പോ നമ്മുടെ ആ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞത് ആഡ്വേർബ് ആയിരുന്നു. സോ ആഡ്വേർബ് കുറച്ച് പേര് നോക്കിക്കൊണ്ട് വരാ എന്നൊക്കെ പറഞ്ഞിരുന്നു. നോക്കിയിരുന്നോ ആഡ്വേർബ്? ഓക്കെ, അപ്പൊ എന്താണ് ആഡ്വേർബ്? എന്താണ് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലെ? ആഡ്വേർബ് എന്താണ്? വെർബിനെ മോഡിഫൈ ചെയ്യും അല്ലെ? Is used to modify a verb, modify or describe a verb. അല്ലെ? വെർബിനെ മോഡിഫൈ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ആഡ്വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അറിയേണ്ടത് ആഡ്വേർബ്, ഫ്രേസ് ആൻഡ് ക്ലോസ് ആണ് അല്ലെ? സോ നമ്മൾ അഡ്ജക്റ്റീവില് പഠിച്ച പോലെ തന്നെയാണ്, സെയിം ആണ്. ഇവിടെ വ്യത്യാസം എന്താണ്? വെർബിനെ മോഡിഫൈ ചെയ്യാനാണ് എന്നുള്ളത്. വെർബിനെയാണ് അല്ലെ? വെർബിനെ ഒന്നോ അതിൽ കൂടുതലോ വാക്കുകൾ ഉപയോഗിച്ചിട്ട് മോഡിഫൈ ചെയ്യുന്നതാണ് എന്ത്? ഫ്രേസ് എന്ന് പറയുന്നത് അല്ലെ? ആഡ്വേർബ്, ഫ്രേസ്. ക്ലോസ് എന്തായിരിക്കും? അപ്പോ ക്ലോസില് കുറച്ച് കീവേഡ്സ് ഉണ്ടാകും അല്ലെ? ആ കീവേഡ്സ് വെച്ചിട്ടാണ് യൂസ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു അല്ലെ? എന്താണ്?
സബോർഡിനേറ്റീവ് കൺജക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ക്ലോസ് സ്റ്റാർട്ട് ചെയ്യാം. എന്താ ആഡ്വേർബ് ക്ലോസ്. ഓക്കെ, അപ്പോ ഇത് ക്ലിയർ ആണോ? ആഡ്വേർബ് ഫ്രേസ് ആൻഡ് ക്ലോസ് ക്ലിയർ ആണോ? യെസ് മാം. ക്ലിയർ ആണ്. അപ്പൊ കുറച്ച് എക്സസൈസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ പറയൂ. ആരാണ് വായിക്കുക? ഞാൻ വിളിക്കാം, അതാണ് നല്ലത്. സാന്ദ്ര സെബാസ്റ്റ്യൻ. He exercised to stay healthy. അത് അത് verb. ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത് ക്ലോസ് ആണോ ഫ്രേസ് ആണോ എന്നാണ്. Adverb phrase. എന്താണ് വരാ? ഒന്നിലധികം വേർഡ് വെച്ച് വിശേഷിപ്പിച്ചാലല്ലേ ആഡ്വർബ് ഫ്രേസ് വരിക. സ്റ്റേ ഹെൽത്തി. അപ്പൊ ഫ്രേസ് അല്ല എന്ന് മനസ്സിലായി. ഫ്രേസ് എന്താ മനസ്സിലായി. അപ്പൊ പിന്നെന്തായിരിക്കും? ആഡ്വർബ് ഫ്രേസ്. ഫ്രേസ് അല്ല എന്ന് മനസ്സിലായ പിന്നെന്തായിരിക്കും? ക്ലോസ് അല്ലേ? ക്ലോസ്. ക്ലോസ് ആണ്. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് വൺ ആരാ വായിക്കുക? പ്രജിത. The speaker is playing very loudly. Adverb phrase. Adverb phrase ആണ്. Phrase. Very loudly. Very loudly. Yeah, very loudly. So as a phrase. The third one, Maya Siri. Maya Siri. സോറി മാം, ഞാൻ മൈക്ക് ഓൺ ചെയ്തില്ലായിരുന്നു. സോറി. ഓക്കെ. The wind was blowing hard and fast. Adverb phrase ആണ് മാം. Phrase on. The fourth one, Abbas Tahir എന്നാണ് പ്രൊഫൈൽ നെയിം. അബ്ബാസ് എന്നാണ് പേര്. എനിക്കറിയില്ല, ഞാനോട് പറഞ്ഞാണ്, പക്ഷെ ഞാൻ മറന്നുപോയി. അത് മിസ്സേ, ഞാൻ റിഷാനയാണ്. ഞാൻ മിസ്സിന്റെ 2 ക്ലാസ് കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയില്ല. വെരി ഗുഡ്. ഞാൻ 2 ക്ലാസ് കയറി, അതുകൊണ്ട് ഞാൻ എന്താ സംഭവം. wherever you go I will follow എന്നാണോ? ആ ഫോളോ എന്നുള്ളത് അത് ആഡ്വർബ് ആണോ അത് ക്ലോസ്? എന്താണ് വരാ? ക്ലോസ് ആണ്. ഫോളോ എന്നുള്ളതാവും. ഐ വിൽ ഫോളോ. ഡിയോൺ ആണ്. മ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോ ഫോർത്ത് വൺ എന്ന് പറഞ്ഞ wherever you go I will follow എന്നാണ്. അതില് ഫ്രേസ് ആണോ ക്ലോസ് ആണോ? ക്ലോസ്. ക്ലോസ് ആണ്. Close. പറയുന്നത് ഏതായിരിക്കും അപ്പോ? Wherever I will. You go. I will. wherever you go ആണ് ക്ലോസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ ക്ലാസ് കാണാത്തവര്, ക്ലാസ്സിൽ ജോയിൻ ഇല്ലാത്തവര് മാക്സിമം റെക്കോ ക്ലാസ് കാണാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ വന്ന് ചോദിക്കാം. ഓക്കെ ഓക്കെ മാം. The fifth one, Fourth one ഏതാ സർ? ക്ലോസ്. fourth one close ആണ്. Okay, and fifth one, Brinda KP. Brinda. She bought a gift for the party. Adverb clause ആണ്. Yeah, bought അല്ല, bought. She bought a gift for the party. എന്താണ് ഒരു ആൻസർ? Adverb clause. ക്ലോസ് ആണ്. Yes, ക്ലോസ് ആണ്. Okay,
The sixth one, Sheminasi. Sheminasi. ഞാൻ പേര് വായിക്കുന്നതിന് മിസ്റ്റേക്ക് ആണെങ്കിൽ ക്ഷമിക്കാം. ഓക്കെ കേട്ടോ? ഷെമിനാസി എന്നാണ്. The student sat and listened to the lecture very attentively. Phrase അല്ലേ മിസ്? Praise. Praise ആണ്. The students sat and listened to the lecture very attentively. Praise ആണ്. Okay. Seventh one, Rakhi C. Rakhi. Rakhi. Can you hear me? Now, Gopika. Yes, ma'am. Yeah, seventh one, like you, answer for you. She danced in a carefree manner. Adverb clause. Close ആണോ phrase ആണോ? Phrase ആണ്. Carefree manner. Carefree എന്ന് പറഞ്ഞ phrase അല്ല മാം? Yeah, phrase ആണ്. Okay. Adverb phrase ആണ്. Carefree manner. So phrase ആണ്. Okay. Okay. Yeah. Next, eighth one, Sudha Vijay. Sudha Vijay. He ran as fast as he could. Ran as faster. Phrase ആണ് മാം. Run. Fast എന്നല്ല phrase അല്ലേ മാം? Close ആണ്. As fast as Close. Close ആണ്. Okay. Okay ma'am. The ninth one, Rajlakshmi. മിസ്, ഞാൻ കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി വലിയ പിടുത്തമില്ല. അതുകൊണ്ട് അത് റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് പറയാം. എനിക്കറിയില്ല. Okay. Yeah. Fatima. Fatima Mushina ആണോ? Mushina. Yeah. She studied hard so she could pass the test. Adverb phrase ആണ്. Oh, Phrase അല്ലേ? she studied hard Clause. so she could pass the test. Adverb clause. Close. It's a clause. Adverb clause ആണ്. Okay. The last one, who's going to read? The last one. Anyone? Sana. Sana Faisi. The artist paint with vibrant colors. Phrase അല്ലേ? Yeah. Correct. Okay. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോ ക്ലിയർ ആണോ? Adverb ക്ലിയർ ആണോ? Clause and phrase ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടോ? Anyone? ടീച്ചറെ ക്ലിയർ ആയ ഒരാളോട് പറഞ്ഞുതരാൻ പറയൂ. ആർക്കെങ്കിലും ക്ലിയർ ആയവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് അത് പറഞ്ഞുതരാൻ പറയൂ. ഓക്കെ. ഏതൊക്കെയാണ്? അഡ്ജക്റ്റീവ് ഉണ്ടായിരുന്നോ? അഡ്ജക്റ്റീവ് അറിയോ? അഡ്ജക്റ്റീവിന്റെ ഒന്നും ഞാൻ ഉണ്ടായിരുന്നു. ഈ ക്ലൗസും ഫ്രേസും വരുന്ന സമയത്ത് അതല്ലാത്തത്. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഒരു മിനിറ്റ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഏത് പേജ് നമ്പർ അറിയോ? അത് ടെക്സ്റ്റ് ബുക്ക് ഉള്ളതാണോ? ഇപ്പൊ ഞാൻ കാണിച്ചതാണോ? അതെ, അത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാണ്. ഓക്കെ. അത് അപ്ലോഡ് ചെയ്യും കേട്ടോ, എന്റെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യും. അപ്പോ ഒരു കാര്യം ചെയ്യൂ, നമുക്ക് ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്യാം. അഡ്ജക്റ്റീവ് ആൻഡ് ആഡ്വേർബ് ക്ലിയർ ആയവര് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക ക്ലാസ്സിൽ. ഓക്കെ, ആരാ പറയാ? ഞാൻ പറയാം അഡ്ജക്റ്റീവ്. ഓക്കെ, നല്ല ക്ലിയർ ആയിട്ട് എക്സാമ്പിള് ഇൻക്ലൂഡ് ചെയ്ത് പറയാം. ഓക്കെ, അവര് ജസ്റ്റ് ഒന്ന് പേര് ടെക്സ്റ്റ് ചെയ്യാൻ ഞാൻ വിളിക്കാം. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്, എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും, നിങ്ങൾക്കും കുറച്ചുകൂടി അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ പറയാൻ ഇൻട്രസ്റ്റ് ഉള്ളവര് ടെക്സ്റ്റ് ചെയ്യാൻ, ഞാൻ അപ്പൊ പേര് വിളിക്കാം,
ഒരെണ്ണം പറയാം. ഓക്കെ, നെക്സ്റ്റ് കണ്ടിന്യൂ. ഓക്കെ. അഡ്ജക്റ്റീവ് എന്ന് വെച്ചാല് നോണിനെയോ പ്രോനോണിനെയോ ഡിസ്ക്രൈബ് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നതിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വാക്കുകൾ കൊണ്ട് മോഡിഫൈ ചെയ്യുന്നത്. അഡ്ജക്റ്റീവിന്റെ എക്സാമ്പിൾ പറയുന്നത് സച്ചിൻ വാസ് എ വെൽത്തി മാൻ എന്ന് പറയുമ്പോൾ വെൽത്തി ആണ് അഡ്ജക്റ്റീവിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ആടെ നൗണിനെ ഒരു വാക്കുകൊണ്ട് മോഡിഫൈ ചെയ്യുന്നില്ലോ. അങ്ങനെ എന്നല്ലേ മിസ്? പറഞ്ഞോളൂ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, സച്ചിൻ വാസ് എ മാൻ ഓഫ് ഗ്രേറ്റ് വെൽത്ത് എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. അത് ഒന്നിൽ കൂടുതൽ വാക്കുകൾ കൊണ്ടാണ് അതിനെ മോഡിഫൈ ചെയ്യുന്നത്. ഇനി ക്ലോസ് പറയൂ. അഡ്ജക്റ്റീവ് ക്ലോസ് പറയണം. ഇനി ആഡ്വേർബ് എന്താണെന്ന് പറയണം. ആഡ്വേർബ് ഫ്രേസ് ആൻഡ് ക്ലോസ് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത് ഹൂ, ഹും, ഹൂസ്, വെൻ, വേർ, വിച്ച്, ദാറ്റ്, വൈ അങ്ങനെ. ഇപ്പൊ ഒരു സെന്റൻസിൽ ഐ സോ ദി മാൻ ഹൂ റോബ്ഡ് ദി ബാങ്ക്. ഹൂ റോബ്ഡ് ദി ബാങ്ക് എന്ന് വരുന്നോണ്ട് അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ് വരുന്നത്. ഈ ഞാൻ പറഞ്ഞ കീവേഡ് ഉപയോഗിച്ചിട്ട് വരുന്നത് കൊണ്ട് അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. അങ്ങനെയല്ലേ? നസ്രത്തിന് എന്താണോ മനസ്സിലായത് അത് പറയൂ. പേടിക്കണ്ട, നമുക്ക് ടെൻഷൻ ഒന്നും വേണ്ട. നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, പറഞ്ഞോളൂ. ഓക്കെ. ഇറ്റ് ഈസ് ദ റീസൺ വൈ ഐ ലെഫ്റ്റ് അത് പറയുമ്പോൾ അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. ഐ ഹേറ്റ് ദി ബോയ് ഹു ഓൾവേസ് കംപ്ലൈൻ. ഹു ഓൾവേസ് കംപ്ലൈൻ എന്ന് പറയുമ്പോൾ അതില് ആ വേർഡ് വരുന്നോണ്ട് അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ആഡ്വേർബ് പറയൂ. ആഡ്വേർബ് ഫ്രേസ് ആൻഡ് ക്ലോസ്. ആഡ്വേർബ് എന്താണെന്ന് പറയും. അഡ്വേർബ് എന്ന് വെച്ചാല് അതുപോലെ വേർബിനെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അഡ്വേർബ്. അഡ്വേർബ് ഫ്രേസ് എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ വേർഡ് കൊണ്ട് വേർബിനെ മോഡിഫൈ ചെയ്യുന്നത്. എനിക്ക് ക്ലോസ് ശരിക്കും മനസ്സിലായിട്ടില്ല. അഡ്വേർബിന്റെ ക്ലോസ് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത്ര എനിക്ക് മനസ്സിലായിട്ടില്ല മിസ്സേ. മനസ്സിലായിട്ടില്ല. ഓക്കെ, അപ്പോ ശ്രദ്ധിച്ചിരിക്കുക. ബാക്കി എല്ലാവരും പറയും, ശ്രദ്ധിച്ചിരിക്കുക. നെക്സ്റ്റ് സുധ. സുധ പറയൂ. ഓക്കെ. അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നൗണിനെയും പ്രോനൗണിനെയും കുറച്ചും കൂടി മോഡിഫൈ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്ത് അതിനെ പറയുന്നത്. ഉദാഹരണം, ഹി ഈസ് സ്പീക്കിംഗ് വെരി ജെന്റ്ലി. അത് വെർബാ മാം, ആഡ്വർബാണേ. ഇതിന് അഡ്ജക്റ്റീവ്സിന് ഉദാഹരണം ദ റെഡ് ടോ ഈസ് ലാർജ്. അതായത് ടോയിനെ റെഡ് എന്ന് പറയുന്നു, ലാർജ് എന്ന് പറയുന്നുണ്ട്. സുധ, സുധയ്ക്ക് എന്താണോ മനസ്സിലായത് ഓൺ എക്സാമ്പിൾസ് പറയേണ്ട ആവശ്യമില്ല. സുധയ്ക്ക് എന്താണോ മനസ്സിലായത് സുധയുടെ ഓൺ ക്രിയേഷനിൽ ഒരു എക്സാമ്പിൾ പറയും. എന്നാൽ മാത്രമേ ക്ലിയർ ആവുള്ളൂ. അതായത് നമ്മൾ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അത് മനസ്സിലാവണമെന്നില്ല. ഓക്കെ, എന്താണോ മനസ്സിലായതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അത് നല്ല കറക്റ്റ് ആയിട്ട് രജിസ്റ്റർ ആയിക്കോളും. ഒരിക്കലും പിന്നെ മറക്കില്ല. അപ്പൊ ആ രീതി ഒന്ന് പറയും. അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നൗണിനെയോ പ്രോനൗണിനെയോ കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് പറയുന്നതിനെയാണ്, അതായത് ക്ലാരിഫൈ കൊടുത്ത് പറയുന്നതിനെയാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വേർഡ്സ് വരുന്ന, അതായത് ഒന്നിൽ കൂടുതൽ വേർഡ്സ് ഉപയോഗിച്ച് അതിനെ ക്ലാരിഫൈ ചെയ്യുന്നത്, മോഡിഫൈ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് പറയുന്നത്. അതിൽ സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവും ഉണ്ടാവില്ല. ആണോ മാം? സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് ഉണ്ടാകില്ലെന്നല്ല, അതിന് ഇമ്പോർട്ടൻസ് കുറവാണ്. അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് വേർഡ്സ് ഉപയോഗിച്ച് മോഡിഫൈ ചെയ്യുന്നത്. അതിന്റെ കീവേഡ്സ് ഒന്ന് പറഞ്ഞു തരുമോ സുധ?
അതായത് ഹൂസ്, ഹൂ, ഹും, വിച്ച് അങ്ങനെയുള്ള കീവേഡ്സ്. അതായത് റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. റിലേറ്റീവ് പ്രൊനൗൺസ് വെച്ചാണ് സെന്റൻസ് തുടങ്ങുന്നത്. മാം ആഡ്വർബ് വേറെ ആരെങ്കിലും പറയാമോ? ഓക്കെ, ഇനി ബാഡ് വെർബ് ആരാ പറയാ? സന ഫാത്തിമ ഓക്കെ മാം. പറഞ്ഞോളൂ സന. ആഡ്വർബ് എന്ന് പറഞ്ഞാല് വെർബിനെ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ, ഐ നീഡ് ഹിം അർജന്റ്ലി. ഇപ്പൊ വെർബ് എന്ന് പറഞ്ഞാല് പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിനെ നമ്മൾ മോഡിഫൈ ചെയ്യാണ്. അതാണ് ആഡ്വർബ്. പിന്നെ ദേ ആർ ഗിവിംഗ് ക്വിക്ലി. അപ്പൊ ഗിവിംഗ് എന്ന് പറഞ്ഞൊരു വെർബാണ്. അപ്പൊ ക്വിക്ലി എന്ന് പറഞ്ഞാൽ മോഡിഫൈ ആണ്, പെട്ടെന്ന്. അങ്ങനെ വരുമ്പോ അത് ആഡ്വർബാണ്. പിന്നെ ആഡ്വർബ് ഫ്രേസ്. ആഡ്വർബ് ഫ്രേസ് എന്ന് പറഞ്ഞാല് വെർബിനെ ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ വേർഡ്സ് വെച്ച് മോഡിഫൈ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോ ആഡ്വർബ് ഫ്രേസിൽ എപ്പോഴും രണ്ടോ അതിൽ കൂടുതലോ മോഡിഫൈ വേർഡ്സ് ഉണ്ടാവും. മൈ സിസ്റ്റർ റീച്ചർ സിംഗ് എക്സ്ട്രീംലി വെൽ. അപ്പൊ സിംഗ് ഒരു വെർബാണ്, അതിനെ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്തതാണ് എക്സ്ട്രീംലി വെൽ. അപ്പൊ രണ്ട് വേർഡ് യൂസ് ചെയ്ത് വെച്ചിട്ട് നമ്മളത് മോഡിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ആഡ്വർബ് ഫ്രേസിൽ പെടും. അങ്ങനെ രണ്ട് വേർഡ്സ് ഒരു സെന്റൻസിൽ വെർബിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ രണ്ട് വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ്വർബ് ഫ്രേസ് ആണ്. പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, യു ആർ വാക്കിംഗ് സോ സ്ലോലി. അപ്പം നമ്മള് വാക്കിംഗ് വെർബ്, അതിന് നമ്മൾ രണ്ട് വേർഡ് യൂസ് ചെയ്തിട്ടാണ്, സോ സ്ലോലി. അങ്ങനെ രണ്ട് വേർഡ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ അത് ആഡ്വർബ് ഫ്രേസ് ആണ്. അപ്പൊ ഒരു സെന്റൻസിൽ നമ്മൾ നോക്കുക, രണ്ട് വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടോ ഡിസ്ക്രൈബ് ചെയ്യാൻ. ഒരു വെർബിനെ രണ്ട് വേർഡ് യൂസ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടോ നോക്കുകയാണെങ്കിൽ, അങ്ങനെ സെന്റൻസിൽ ഉണ്ടെങ്കിൽ അത് ആഡ്വർബ് ഫ്രേസ് ആണ്. പിന്നെ രണ്ടോ അതിൽ കൂടുതലോ, അതെ, രണ്ടോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അത് ആഡ്വർബ് ഫ്രേസ് ആണ്. ഒന്നാണെങ്കിൽ അത് വെറും ആഡ്വർബ് ആണ്. ഒരു മോഡിഫിക്കേഷൻ ഉള്ളെങ്കിൽ അത് ആഡ്വർബ് ആയിരിക്കും. രണ്ടോ അതിൽ കൂടുതലാണെങ്കിൽ അത് ആഡ്വർബ് ഫ്രേസ് ആയിരിക്കും. പിന്നെ ആഡ്വർബ് ക്ലോസ് എന്ന് പറഞ്ഞാല് നമ്മൾ സബോണ്ടിങ് കൺജക്ഷൻ യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെർബിനെ സബോണ്ടിങ് കൺജക്ഷൻസ് ആ സെന്റൻസിൽ ഉണ്ടാവും, ലൈക്ക് ബിഫോർ, ആഫ്റ്റർ, ടിൽ, അണ്ടിൽ, വെൻ, വെനെവർ, വൈൽ, വേർ, വേറെവർ, വെൻ, ബിക്കോസ്, ഹാസ്, സിൻസ്, ആസ് സൂൺ, ആസ്, ലൈക്ക്, സോ, ദാറ്റ്, ഇൻ ഓർഡർ, ദാറ്റ്, അങ്ങനെ കുറെ ഉണ്ട്. ഇതൊക്കെ നമ്മളെ സെന്റൻസിൽ ഉണ്ടെങ്കിൽ അത് ആഡ്വർബ് ക്ലോസ് ചെയ്യിക്കാരം. ഫോർ എക്സാമ്പിൾ, ഐ വിൽ നോട്ട് ഗോ ഔട്ട് ഇഫ് ഇറ്റ് റെയിൻസ് ഹെവിലി. അപ്പം ഇവിടെ ഇറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് സബോണ്ടിങ് കൺജക്ഷൻ ആണ്. അപ്പൊ ഇറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ സെന്റൻസ് ആഡ്വർബ് ക്ലോസ് ആണ്. അപ്പൊ നമ്മൾ ഒരു സെന്റൻസിൽ വെർബും ഉണ്ടാവണം, പിന്നെ സബോണ്ടിങ് കൺജക്ഷൻസ് കീവേഡ്സും ഉണ്ടാവണം ആ സെന്റൻസിൽ. അങ്ങനെയാണെങ്കിൽ അത് കീവേഡ്സ് ഒന്ന് പറഞ്ഞുതരുമോ ആഡ്വർബ് ക്ലോസിന്റെ? അതാ പറഞ്ഞത്, ബിഫോർ, ആഫ്റ്റർ, ടിൽ, അണ്ടിൽ, വെൻ, വെനെവർ, വൈ, വേർ, വേറെവർ, വെൻ, ബിക്കോസ്, ഹാസ്, സിൻസ്, ആസ് സൂൺ, ലൈക്ക്, സോ, ദാറ്റ്, ഇൻ ഓർഡർ. ഓക്കെ, ഇതെല്ലാം സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്കി എഴുതിക്കോളൂ. സ്ക്രീനിലുണ്ട് കേട്ടോ, ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. നോക്കാം. സബോർഡിനേറ്റ് കൺജക്ഷൻ എന്ന് പറയുന്ന എല്ലാനും, ഓക്കെ, സബോർഡിനേറ്റ് കൺജക്ഷനിൽ വരുന്ന എല്ലാനും ഏതും ആവാം, ഒരുപാടുണ്ട്. ഓക്കെ, അപ്പൊ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ആഡ്വർബ് ക്ലോസ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? അഡ്ജക്റ്റീവ് ക്ലോസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അഡ്ജക്റ്റീവ് ക്ലോസ് അല്ല, സബോർഡിനേറ്റ് ക്ലോസ്. അഡ്ജക്റ്റീവ് ക്ലോസിൽ വരാം റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം.
ഓക്കെ ഓക്കെ സബോണ്ടിക് കൺജക്ഷൻ അല്ല പറയാ. adverb clause subordinating conjunction, മറ്റേല് adjective clause റിലേറ്റീവ് relative pronoun റിലേറ്റീവ് പ്രോണൗൺ. അപ്പൊ എപ്പോഴും അങ്ങനെ പഠിക്കുക. ഓക്കെ, ഇനിയിപ്പോ subordinating കീവേഡ്സ് ഉണ്ടെങ്കിൽ ഒരു സെന്റൻസിൽ വെർബും കീവേഡ്സും ഉണ്ടെങ്കിൽ അത് ആഡ്വർബ് ക്ലോസ്. ഒരു സെന്റൻസിൽ മറ്റേ നൗണും പ്രൊനൗണും കീവേഡ്സും ആണെങ്കിൽ അത് അഡ്ജക്റ്റീവ് ക്ലോസ് അല്ലേ? കീവേഡ്സ് പഠിച്ചു കഴിഞ്ഞാല് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുമ്പോൾ കുറച്ചേ ഉള്ളൂ. ദാറ്റ്, വിച്ച് എന്നൊക്കെ പറയുന്നതാണ് കുറച്ച് റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. അത് പഠിക്കാൻ സിമ്പിൾ ആണ്. പക്ഷെ സബോർഡിനേറ്റ് കൺജക്ഷൻ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് സബോർഡിനേറ്റ് കൺജക്ഷൻ ഏതൊക്കെയാണ് എന്ന് പഠിക്കണം. ഓക്കെ, ഇപ്പൊ ഞാൻ സ്ക്രീനിൽ കൊടുത്തത് കുറച്ചാണ്. നിങ്ങൾ സ്വയം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കൺജക്ഷൻസ് കിട്ടും. അത് വെച്ചിട്ട് പഠിക്കുക. കാരണം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മാക്സിമം ചിലപ്പോൾ പുറത്തുനിന്നൊക്കെ ആയിരിക്കും വരാം. ഓക്കെ, അപ്പൊ സബോർഡിനേറ്റ് കൺജക്ഷൻ ഏതാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക ഫസ്റ്റ്. അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ആഡ്വർബ് ക്ലോസ് ആയിരിക്കും. ഓക്കെ ഓക്കെ മിസ്, താങ്ക് യു. ഇതിന്റെ നോട്ട് മിസ് ക്ലാസ് റൂമിൽ ഇട്ടില്ലേ? ക്ലാസ് റൂമിലുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോ ക്ലിയർ ആയോ എല്ലാവർക്കും? അഡ്ജക്റ്റീവ്, ആഡ്വർബ് ക്ലിയർ ആണോ? ക്ലിയർ ആയി മിസ്സേ. ക്ലിയർ ആയി. ഇനി മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? പിന്നെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുമ്പോ ഇപ്പൊ മനസ്സിലായില്ലേ? ഓരോരുത്തർ പറയുമ്പോ അവർക്ക് മനസ്സിലാവുന്ന എന്താണോ അതാണ് അവർ പറയാ. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പൊ ക്ലിയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഓരോരുത്തരും പറയാ. ക്ലാസ് ടൈം പോകും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളെ പോർഷൻസ് എന്തായാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. എക്സാമിന് ഒരുപാട് ടൈം ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞാൽ മാത്രമേ അത് നിങ്ങൾക്ക് എന്താണ് മിസ്റ്റേക്ക് വരാമെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് എടുത്തു, നിങ്ങൾ ക്ലിയർ ആയി. നിങ്ങൾ പറഞ്ഞപ്പോ കുറച്ച് പേര് പറയുമ്പോൾ അറിയാലോ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും വരാം. അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഡൗട്ട് ക്ലിയർ ആയി. പിന്നെ ആ പോർഷൻ അവർക്ക് വേറൊരു ഡൗട്ടും ഒന്നും ഉണ്ടാവില്ല. എങ്ങനെ ചോദിച്ചാലും എവിടെ നിന്ന് ചോദിച്ചാലും അവർക്കത് പറയാൻ പറ്റും. അത് നിങ്ങൾ പറഞ്ഞ മാത്രം എനിക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോ പറയാന്ന് പറഞ്ഞപ്പോ കുറച്ച് പേര് മാത്രമേ രണ്ടുപേരും പേര് ടെക്സ്റ്റ് ചെയ്തുള്ളൂ. അവരെ ഞാൻ വിളിച്ചു, അവർ പറഞ്ഞു. ബാക്കി ആരും താല്പര്യമില്ല എന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ പറയാൻ ബുദ്ധിമുട്ടാണോ എന്നാണോ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ എല്ലാവരും ടീച്ചേഴ്സ് അല്ലേ? മോണ്ടിസോറി ടീച്ചേഴ്സ് അല്ലേ എല്ലാവരും? നിങ്ങൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കേണ്ടതല്ലേ അല്ലെ? അപ്പോ ഇതൊരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഒരു കാര്യം പറയുമ്പോൾ, ഞാൻ നിങ്ങളോട് പറയുമ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ക്ലാസ് എങ്ങനെയാണോ എടുക്കേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കാം. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഇവിടെ നിന്ന് പറഞ്ഞു കുറെയൊക്കെ പഠിച്ചു പോയാൽ നമുക്ക് ക്ലാസ് എടുക്കാൻ ഒരു ചാൻസ് വരാണെങ്കിൽ ടെൻഷൻ വരില്ല. ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റീസ് വന്നേക്കാം, മേ ബി വന്നേക്കാം. നിങ്ങൾക്കപ്പോ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് പോയി ക്ലാസ് എടുത്തിട്ട് ഡെമോ ക്ലാസ് എടുത്ത് കാണിച്ചു കൊടുക്കാം. മനസ്സിലായോ? അപ്പൊ നമുക്ക് കിട്ടാത്തൊരു പ്ലാറ്റ്ഫോമാണ് അല്ലെ? നിങ്ങൾക്കൊന്ന് പെർഫോം ചെയ്യാൻ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം വളരെ കുറവാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാം. നമ്മൾ ഫേസ് ടു ഫേസ് കാണുന്നില്ലേ എന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് ഒരു ജസ്റ്റ് ക്ലാസ് എടുക്കുന്ന പോലെ നിങ്ങൾക്ക് അത് പറയാവുന്നതാണ്. ഓക്കെ, അത് ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതൊരു കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ആകും. ഓക്കെ, സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി ഒരിക്കലും ഇങ്ങനെ ചാൻസ് കിട്ടിയെന്ന് വരില്ല. ചാൻസ് കിട്ടുമ്പോൾ അത് മാക്സിമം ഉപകാരപ്പെടുത്താൻ നോക്കാം. ഓക്കെ, കാരണം എല്ലാവരും ടീച്ചേഴ്സ് ആണ്. സോ മുന്നോട്ട് വരണം, അല്ലാതെ മിണ്ടാതിരിക്കരുത്, പറയാൻ മടിക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ക്ലാസ് എടുക്കുന്നവരാണ്, എടുക്കേണ്ടവരാണ്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കോഴ്സിൽ ചേർന്നിരിക്കുന്നത് അല്ലെ? അപ്പോ അതിനുവേണ്ടി നിങ്ങൾ ഇവിടുന്നേ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ പറയാൻ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇതിനെ ജസ്റ്റ് ക്ലാസ് എടുക്കുന്ന പോലെ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ പറയാൻ? 20 സ്റ്റുഡൻസ് ആണെന്ന് വിചാരിക്കുക. അവർക്ക് എങ്ങനെയൊക്കെയോ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാവേണ്ടത് ആ രീതിയിലൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ച് തിരിച്ചൊക്കെ നിങ്ങൾക്ക് എന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവണം. ഞാൻ എന്താണോ പറയുന്നത്
ഏത് ടോപ്പിക്കാണ് എടുക്കുന്നത് അത് കൺവേ ആകണം അല്ലെ, ക്ലിയർ ആകണം. അതിനുവേണ്ടി എനിക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറയേണ്ടി വരും, നിങ്ങൾ റിലേറ്റ് ചെയ്ത് പറയേണ്ടി വരും അല്ലെ. സോ ആ രീതിയിൽ വേണം ക്ലാസ് എടുക്കാൻ, മാക്സിമം പറയാൻ നോക്കാം. ഓക്കെ, ഒരു ഡൗട്ട് ഉണ്ട് സർ. ഏതാണ് ഈ അഡ്വേർബ് ഫ്രേസിലെ എക്സാമ്പിൾ ഇല്ലേ, യു ആർ വാക്കിംഗ് സോ സ്ലോലി എന്നാണ് വരുന്നത്. എന്നിട്ട് സോ സ്ലോലി എന്ന് പറയുമ്പോ ചോദിച്ചത് ഒന്നോ അതിൽ കൂടുതലോ ആണെന്നാണ് പറഞ്ഞത്, ടെക്സ്റ്റ് ചെയ്തിരുന്നു അല്ലെ. അതന്നെ. പക്ഷെ സോ സ്ലോലി എന്ന് പറയുമ്പോ സോ എന്ന് പറയുന്നത് ക്ലോസിൽ വരുന്ന വേർഡ് അല്ലേ? ക്ലോസിൽ വരുന്നതല്ല, അത് ആ സെന്റൻസ് നോക്കാം. ഓക്കെ, സെന്റൻസിന് ബേസ് ചെയ്തിരിക്കും ക്ലോസ് ആണോ ഫ്രേസ് ആണോ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. സോ എന്ന് കാണുമ്പോൾ പെട്ടെന്നത് അയ്യോ ക്ലോസ് അല്ലേ എന്ന് വിചാരിക്കും, പക്ഷെ സെന്റൻസിനെ ബേസ് ചെയ്ത് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ, പിന്നെ പറഞ്ഞു ക്ലോസ് ഫ്രേസ് എന്ന് പറയുന്നത് ഒന്നോ അതിൽ കൂടുതലോ വേർഡ്സ് യൂസ് ചെയ്തിട്ട് മോഡിഫൈ ചെയ്യണം, എന്നാൽ മാത്രമേ അത് ഫ്രേസ് ആകുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനിയിപ്പോ യു ആർ വാക്കിംഗ് സ്ലോലി എന്നാണെങ്കിൽ ജസ്റ്റ് ഒരു ആഡ്വേർബ് മാത്രമാണ്. സോ സ്ലോലി എന്ന് പറയുമ്പോ അത് ഫ്രേസ് ആകും. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ആഡ്വേർബിനെ കുറിച്ച് പറയാം. നെക്സ്റ്റ് വൺ ഈസ് നൗൺ ആണ്. അപ്പൊ എന്താണ് നൗൺ എന്ന് എല്ലാവർക്കും അറിയാലോ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ, അവരുടെ എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ നേരത്തെ പഠിച്ചതുമാണ്. എന്താണ് നൗൺ? വാട്ട് ഈസ് നൗൺ അല്ലെ? നൗൺ ഈസ് എ നെയിം ഓഫ് പേഴ്സൺ, എനിത്തിങ്, അല്ലെ, ഒരു നെയിം ആണ്. സോ അപ്പൊ ഫ്രേസും ക്ലോസും ഇനി അറിയാലോ. എന്തായിരിക്കും നൗൺ, ഫ്രേസ് ആൻഡ് ക്ലോസ്? ആരെങ്കിലും ഒന്ന് പറയൂ. ആരെങ്കിലും പറയൂ. നമ്മൾ ഇത്രയും ഫ്രേസും ക്ലോസും പഠിച്ചല്ലേ, അപ്പൊ നൗണും പറയാൻ സിമ്പിൾ അല്ലേ? എന്തായിരിക്കും? നൗണിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അതായത് നൗണിനെ അല്ലെ പ്രോനൗണിനെ പറയാമോ മാം? പ്രോനൗണിനെയും പറയാമോ? നൗൺ ക്ലോസ് എന്ന് പറയുമ്പോ അങ്ങനെയല്ലേ വരുന്നേ? ഞാൻ ഒന്നും കേട്ടില്ല, ഒരാൾ പറയൂ. എന്താ പറഞ്ഞത്? ഇപ്പൊ നൗണിനെയും പ്രൊനൗണിനെയും ഡിസ്ക്രൈബ് ചെയ്യുന്നത് അഡ്ജക്റ്റീവ് അല്ലേ? ഇതെന്ന് വെച്ചാൽ നോൺ എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്ന് പറയുന്നതല്ലേ ഫ്രേസ് എന്ന് പറയുന്നത്? അതായത് ഒരു സെന്റൻസില് നൗൺ ഉണ്ടാകും, അത് തന്നെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു. പക്ഷേ ഒരു സെന്റൻസിൽ ഒരു നൗൺ ഉണ്ടെങ്കിൽ ആ നൗണിനെ ഒന്ന് മോഡിഫൈ ചെയ്യും. എക്സാമ്പിൾ നോക്കി, നിങ്ങൾക്ക് അഡ്ജക്റ്റീവ് നൗൺ തമ്മിൽ കുറച്ച് ഡൗട്ട് വരും, ക്ലിയർ ചെയ്യാം. എക്സാമ്പിൾ നോക്കൂ. മൈ ഗ്രീൻ ജിം സോക്സ് ആർ ഇൻ ദ ഹാമ്പർ. ഇവിടെ എന്തിനാണ് മോഡിഫൈ ചെയ്തത്? നൗൺ ആണ്, സോക്സിനെയാണ് പറഞ്ഞത് അല്ലെ. മൈ ഗ്രീൻ ജിം സോക്സ്, എന്റെ ഗ്രീൻ സോക്സ് ആണ്, ജിമ്മിൽ യൂസ് ചെയ്യുന്ന സോക്സ് ആണ് അല്ലെ. ഒന്നോ അതിൽ കൂടുതലോ വേർഡ്സ് യൂസ് ചെയ്തിട്ട് മോഡിഫൈ ചെയ്തു അല്ലെ. സോക്സിനെയാണ് മോഡിഫൈ ചെയ്ത്, നൗണിനെയാണ് മോഡിഫൈ ചെയ്തത്. ഓക്കെ, അതിനെ the cat bit the strips tried to trip me. കാറ്റ് എങ്ങനത്തെ ക്യാറ്റ് ആണ് എന്നോട് പറഞ്ഞു, കുറച്ച് പരകളുള്ള ക്യാറ്റ് ആണ്. മനസ്സിലായോ? അതായത് അഡ്ജക്റ്റീവ് ആയിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ വരാം അഡ്ജക്റ്റീവ് ഫ്രേസ് ഏതാണ്, അഡ്ജക്റ്റീവ് ക്ലോസ് ഏതാ എന്നായിരിക്കും. അതിൽ 4 ഓപ്ഷൻ തരുമ്പോൾ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. അതുപോലെ തന്നെയാണ് നൗൺ വരുമ്പോഴും ചോദിക്കുക, അപ്പോഴും 4 ഓപ്ഷൻ തരും, അത് ആൻസർ ചെയ്യാം. അത്രയേ ഉള്ളൂ, അതില് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പൊ അഡ്ജക്റ്റീവ് നൗണും തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോകൂ എന്നുള്ള ടെൻഷൻ വേണ്ട. ഓക്കെ, ക്ലിയർ ആയോ? നൗൺ എന്ന് ചോദിക്കുമ്പോ നൗണിനെ ആയിരിക്കും മോഡിഫൈ ചെയ്യുക, അതെല്ലാവർക്കും ക്ലിയർ ആണ്. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നൗണിനെയും പ്രോനൗണിനെയും എന്താണ് മോഡിഫൈ ചെയ്യും. ഇവിടെ നൗണിനെ മാത്രമാണ് മോഡിഫൈ ചെയ്യുക. ഓക്കെ, ഏതെങ്കിലും ഒരു വസ്തുവിനെ ആയിരിക്കും, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റോ എന്തെങ്കിലും തിങ്കോ ആയിരിക്കും അവിടെ മോഡിഫൈ ചെയ്യുക.
അതിന്റെ ഒരു പേര് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ കാറ്റ് എന്ന് പറഞ്ഞു, അവിടെ സോക്സ് എന്ന് പറഞ്ഞു. ഇനി ഐ സോ എ ബ്ലാക്ക് സീബ്ര അറ്റ് ദി സൂ. സീബ്ര ഒരു നൗൺ ആണ് അല്ലെ, അവിടെ അത് ബ്ലാക്ക് എന്ന് പറഞ്ഞു, അത് ഫ്രേസ് ആണ്. ഇനി ഹി വാണ്ട്സ് എ ക്യൂട്ട് കിച്ചൺ ഫോർ പ്ലേയിങ്. കിച്ചൺ എന്ന് പറയുന്ന അറിയാം അല്ലെ, സോ അത് ക്യൂട്ട്, അവിടെ ക്യൂട്ട് എന്ന് പറഞ്ഞ് മോഡിഫൈ ചെയ്തു, അതൊരു ഫ്രേസ് ആണ്, നൗൺ ഫ്രേസ് ആണ്. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ, ഇതാണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്ലോസ് എന്ന് പറയുന്നത് സബോർഡിനേറ്റീവ് കൺജക്ഷൻസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ സബോർഡിനേറ്റീവ് കൺജക്ഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നൗണും ആകാം ആഡ്വേർബും ആകാം. ആഡ്വേർബ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സിമ്പിൾ ആണ്, വേർബ് ഉണ്ടാവും നോക്കിയാൽ മതി. നൗണും സിമ്പിൾ ആണ്, ഒരിക്കലും അഡ്ജക്റ്റീവ് ക്ലോസ് സബോർഡിനേറ്റീവ് കൺജക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യില്ല. ഓക്കെ, അപ്പൊ നൗണും ആഡ്വേർബും ആണ് സബോർഡിനേറ്റീവ് കൺജക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർ ആണോ? അപ്പൊ അത് രണ്ടും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ക്വസ്റ്റ്യൻ നൗൺ ആണെങ്കിൽ അവിടെ സെന്റൻസിൽ നൗൺ ഉണ്ടോ, നൗണിനെ വെച്ചിട്ടാണോ സബോർഡിനേറ്റീവ് കൺജക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? കൺഫ്യൂഷൻ ആയോ? ഒരു സെന്റൻസ് തന്നെ രണ്ടും ഉണ്ടാവോ? മേ ബി നിങ്ങളെ കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി ചിലപ്പോ അങ്ങനെയും വരാം. അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ ആ ഒരു സെൻസ് യൂസ് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ എഴുതേണ്ടി വരും. ഓക്കെ, മനസ്സിലായോ? ഇപ്പോ നൗൺ ഫ്രേസ് ആൻഡ് ക്ലോസ് ക്ലിയർ ആണോ? എക്സാമ്പിൾ നോക്കാം, ക്ലോസിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ദാറ്റ് അലോഗ് ഈസ് കമ്മിങ് ടു സർപ്രൈസ് മീ. ദാറ്റ് അലോഗ് ആണ്, അലോഗ് ഒരു നൗൺ ആണ് അല്ലെ. ദാറ്റ് അലോഗ് ഈസ് കമ്മിങ് എന്ന് പറയുന്നതാണ് ഇവിടെ ക്ലോസ് ആയിട്ട് പറയാം. അപ്പൊ നൗൺ ആണ്, അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നൗണില് സബോർഡിനേറ്റീവ് കൺജക്ഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സിമ്പിൾ ആണ്, അത് നൗൺ ആണോ നോക്കാം. ഓക്കെ, then that you have come please me, bless me. ഓക്കെ, അവിടെ യു എന്ന് പറയുന്നതാണ് എന്ത് നൗൺ ആയിട്ട് വരാം, പ്രോനൗൺ ആണ്. ഓക്കെ, യു ആണ്, അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി what she told surprised me, ഇവിടെയും പ്രോനൗൺ ആണ്. നൗണും പ്രോനൗണും ഏകദേശം സെയിം ആണ്. ചിലപ്പോ പ്രോനൗണിലും ചോദിക്കാം, ചിലപ്പോ നൗൺ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഫ്രേസ് മിക്കവാറും ഒരു നൗണിലായിട്ട് വരാം, ഒരു നെയിം തന്നിട്ടായിരിക്കും വരാം. പക്ഷെ ക്ലോസിൽ വരുമ്പോ അത് പേരും വരാം, പ്രോനൗണും വരാം. ഓക്കെ, സബോർഡിനേറ്റീവ് കൺജക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ നോക്കാം. അത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സെന്റൻസ് ബേസ് ചെയ്തിരിക്കുന്നത് ഒരു നൗണിനെയാണോ എന്ന് നോക്കാം. ഓക്കെ, ഒരു നൗണിനെ കുറിച്ചിട്ടാണോ ആ സെന്റൻസിൽ മെയിൻ ആയിട്ട് പറയുന്നത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും അത് നൗൺ ക്ലോസ് ആണെന്ന്. അപ്പൊ അഡ്വേർബ് ആണെങ്കിലോ അത് വെർബ് ആണ്, ആ സെന്റൻസ് ബേസ് ചെയ്തിരിക്കുന്ന വെർബിലാണ്, അത് സബോർഡിനേറ്റീവ് കൺജക്ഷൻ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് അഡ്വേർബ് ക്ലോസ് ആണ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ നോക്കാം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റൂ. ഓക്കെ, ക്ലിയർ ആയോ? മിസ്, നോണിന്റെ മുമ്പിലും പ്രൊനൗണിന്റെ മുമ്പിലും സബോർഡിനേറ്റീവ് കൺജക്ഷൻ വെച്ചിട്ട് തുടങ്ങും അല്ലെ, നോൺ ക്ലോസ് ആവുമ്പോ? അങ്ങനെ എനിക്ക് മീൻസ് നിങ്ങൾ അങ്ങനെ പഠിക്കാണ്ട് സബോർഡിനേറ്റീവ് കൺജക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അതും അത് പറയുന്നത് നൗണിനെ കുറിച്ചാണ്. നമുക്ക് ഇവിടെ നോക്കി, ദാറ്റ് അലോഗ് ഈസ് കമ്മിങ് ടു സർപ്രൈസ് മീ, ഇവിടെ പറയുന്നത് അലോകിനെ കുറിച്ചിട്ടാണ് അല്ലെ. അലോക് വരുന്നത് എന്നെ സർപ്രൈസ് ചെയ്യാനാണ്, അലോകിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അലോക് എന്ന് പറയുന്ന നൗൺ ആണ് അല്ലെ. ദെൻ അവിടെ നോക്കേണ്ടത് സബോർഡിനേറ്റീവ് കൺജക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ദാറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്താണ്? നൗൺ ക്ലോസ് ആണ്. മനസ്സിലായോ? അങ്ങനെ പഠിക്കുക, അല്ലാതെ നൗണിന് ശേഷം പ്രൊനൗണിന് ശേഷം വരുന്നതാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൂടെയുള്ളൂ. സോ നിങ്ങൾ നോക്കേണ്ടത് സെന്റൻസ് എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു എന്നാണ്. ഇനിയിപ്പോ നോക്കുകയാണെങ്കിൽ ഇവിടെ യു ക്യാൻ വാച്ച് ടി വി. വാച്ച് കണ്ടോ, വാച്ച് ആണെന്നാ പറയുന്നത്. വാച്ച് ടി വി ആഫ്റ്റർ യു ഫിനിഷ് യുവർ ഹോംവർക്ക്. നിന്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തതിനു ശേഷം നീ ടി വി കണ്ടോളൂ എന്നാ പറയുന്നത്. അവിടെ നമ്മള് ഇവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? വേർബിലാണ് അല്ലെ. ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ട് വേണം ടി വി കാണാൻ. അപ്പൊ വേർബിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സെന്റൻസ് അല്ലെ. പിന്നെ നമ്മൾ നോക്കേണ്ടത് അത് സബോർഡിനേറ്റീവ് കൺജക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ അതെന്താണ്?
adverb clause ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ചെയ്യേണ്ടത് സെന്റൻസ് എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു, നൗണിനെയാണോ വെർബിനെയാണോ ബേസ് ചെയ്തിരിക്കുന്നത് നോക്കാം. അതിനുശേഷം സബോർഡിനേറ്റ് കൺജക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ നോക്കാം. എന്നിട്ട് നൗണിനെ വെച്ചിട്ടാണ് ആ സെന്റൻസ് പറയുന്നെങ്കിൽ അത് നൗൺ ക്ലോസ് ആണ്. ഇനി വേർബ് ആണെങ്കിൽ അത് ആഡ്വേർബ് ക്ലോസ് ആണ്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കാം. മാം ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സബോർഡിനേറ്റ് കൺജക്ഷൻസും റിലേറ്റീവ് പ്രോണോണിന്റെ കീവേഡ്സും തമ്മിൽ ഡിഫറെന്റ് അല്ലേ? ഡിഫറെന്റ് ആണെന്ന് വെച്ചാല് അത് ചിലത് സെയിം ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നൗൺ ക്ലോസില് ദാറ്റ്, ഹൗ, മറ്റേ ദാറ്റ്, ഹൂ, വിച്ച്, വെൻ അതൊക്കെ അല്ലേ, അതൊക്കെ മറ്റേ റിലേറ്റീവ് പ്രോണോണിന്റെ കീവേഡ്സിലും വരുന്നതാണല്ലോ. അപ്പൊ എങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാ? സെയിം കീവേഡ്സും ആണ്. അതായത് സബോർഡിനേറ്റ് കൺജക്ഷനിലും ഈ പറഞ്ഞ ദാറ്റ്, ഇതൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെയാണ് ദാറ്റ്, കണ്ടോ, ദാറ്റ്, ഹൗ, വാട്ട്, ഹൂ. അപ്പൊ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഈ പറഞ്ഞ ഏതാണ്, അതിന്റെ മുന്നേ നൗൺ ഉണ്ടോ നോക്കണം അല്ലേ? അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് അങ്ങനെയാണ്. ആ സെന്റൻസ് വായിച്ചു നോക്കാം, എന്നിട്ട് അത് എന്തിനെ കുറിച്ചിട്ടാണ് പറയണത് നോക്കാം. അപ്പോ ഇപ്പൊ ഇവിടെ നോക്കി, ഐ വിസിറ്റഡ് ദ ടൗൺ വേർ ദേ മാറ്റ്. ഐ വിസിറ്റഡ് ദ ടൗൺ വേർ ദേ മാറ്റ്. ഇവിടെ സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, എന്താണ് ഇവിടെ വ്യത്യാസം വരാ? ഒരാളെ കുറിച്ചിട്ടാണ് അല്ലേ? ഞാൻ എന്താണ് വിസിറ്റഡ് ദിസ് ടൗൺ, ഞാൻ എന്താണ് ഞങ്ങൾ മീറ്റ് ചെയ്ത സ്ഥലം, എന്താണ് എവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ മീറ്റ് ചെയ്ത് അല്ലെ? ആ സ്ഥലം വിസിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അവിടെ പറയുന്നത് നമ്മുടെ തന്നെ കാര്യമാണ്. ഒരു നൗണിനെ വെച്ചിട്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ? അവിടെ വെർബ് എന്ന് പറയുന്ന ഒന്നുമില്ല. വെർബ് ഉണ്ടോ? വെർബുണ്ടോ? പിന്നെ മെറ്റ് വെർബാണോ എന്ന് ചോദിക്കാം. മെറ്റ് മീൻസ് കാണുക എന്നൊരു, അതൊരു വെർബേ അല്ല. ഓക്കെ, അപ്പൊ സെന്റൻസിന് ബേസ് ചെയ്തിരിക്കും. ഓക്കെ, ദെൻ പിന്നെ ചോദിച്ചത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? അപ്പോ റിലേറ്റീവ് പ്രോണൗണിലും ദാറ്റ് ഉണ്ട്. ഇപ്പോ സബോർഡിനേറ്റ് കൺജക്ഷനിലും ഈ പറയുന്ന ദാറ്റ് വരുന്നുണ്ട് അല്ലെ, വിച്ച് വരുന്നുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ആ സെന്റൻസ് ഏതാണ് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം മാത്രം അത് പിന്നെ അതിൽ സബോർഡിനേറ്റ് കൺജക്ഷൻ ആണോ ഉള്ളത്, റിലേറ്റീവ് പ്രോണൗൺ ആണോ ഉള്ളത് ചെക്ക് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ മാം. ക്ലിയർ. അപ്പൊ എക്സാം ഇനിയിപ്പോ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോ നാളെ ആഡ്വേർബിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഇപ്പോ നൗണിന്റെ മോക്ക് ടെസ്റ്റ് വരും. ഓക്കെ, നൗണിന്റെ മോക്ക് ടെസ്റ്റ് വരും. ഇനി അതിനുശേഷം ഇത് മൂന്നും കൂടി ഒന്നിച്ച് നമുക്കൊരു വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മിക്കവാറും കൺഫ്യൂഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് മിക്കവാറും കൺഫ്യൂഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. എന്നാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് വരാ, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്. ഇത് എനിക്ക് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. അതെങ്ങനെ ആൻസർ ചെയ്യണം, എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം എന്ന് നിങ്ങൾ നിങ്ങളുടേതായ ട്രിക്ക് യൂസ് ചെയ്തിട്ട് വേണം അത് പഠിക്കാൻ. ഓക്കെ ഓക്കെ മാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇനി അപ്പോ നൗൺ നമുക്ക് ഇതേ ഉള്ളൂ. ഇപ്പോ അഡ്ജക്റ്റീവ്, അഡ്വേർബ്, നൗൺ എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് ഏകദേശം കംപ്ലീറ്റഡ് ആണ്. ഇനിയിപ്പോ നൗണിന്റെ കുറച്ച് എക്സസൈസ് കൂടെ അതുകൂടെ ചെയ്ത് ഞാൻ ഫിനിഷ്. ഓക്കെ, അപ്പോ പറയൂ. Can you read the first question and answer it? ആരെങ്കിലും റീഡ് ചെയ്യൂ, ആൻസർ പറയൂ. At the zoo, I saw a tall giraffe. അത് നോൺ ക്ലോസ് അല്ലേ? Noun phrase. I was Tall tall. giraffe. Phrase അല്ലേ ടീച്ചർ? ഫ്രേസ് അല്ലേ? Tall giraffe. അത് അറ്റ് വന്നോണ്ടാ നോക്കിയത്. ഓക്കെ,
ഇനി നെക്സ്റ്റ് ആരെങ്കിലും വായിച്ചോളൂ. The restless blue sea is noisy. Noun phrase. Blue Yeah. sea. A phrase. Phrase ആണ്. നെക്സ്റ്റ് He excited about where they will gone. Close, ma'am. Noun close. Where വന്നോണ്ട് close വരില്ലേ? fourth one. The story is about who the real hero. Noun clause ആണ്. Who the real hero. Okay. Next. The cuddly teddy bear belongs to my sister. Noun phrase. Yeah, phrase ആണ്. Cuddly teddy bear. Next, sixth one. Sixth one വായിക്കൂ. The clear dark night was perfect for seeing stars. The dark night. Noun phrase. Yeah, phrase ആണ്. ഇനി seventh one വായിക്കൂ. She was amazed by how beautiful the sunset was. ഇത് ക്ലോസ് അല്ലേ മാം? Yeah, clause ആണ്. Next, eighth one. And the how beautiful എന്ന് പറഞ്ഞോണ്ടാ ടീച്ചർ? Yeah, how beautiful. Okay, the next one. He is curious about why the birds are singing. Why the birds? Close അല്ലേ? Yeah, clause. നെക്സ്റ്റ് ഞാൻ വായിക്കാം. ദ ലിറ്റിൽ ഫ്ലഫി പപ്പി ഈസ് റെഡി ടു അഡോപ്റ്റ്. അവിടെ പപ്പി നൗണാണ്. അപ്പോൾ ലിറ്റിൽ ഫ്ലഫി പറയുമ്പോൾ നൗണ് ഫ്രേസ് ആക്കാരം അല്ലേ? Yeah, phrase ആണ്. Okay. Last one. ഞാൻ വായിക്കാം. They are discussing what needs to be done. What വന്നോണ്ട് അത് ക്ലോസ് ആണ്. Yeah, clause. എത്രയൊക്കെ ഉള്ളൂ? അപ്പോ ടെക്സ്റ്റില് യൂണിറ്റ് 8 എന്ന് പറയുന്നത് ആഡ്വേർബ് ആണ്. അപ്പോ ടെക്സ്റ്റും നന്നായിട്ട് നിങ്ങൾ വായിച്ചു നോക്കാം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആഡ്വേർബ് ക്ലോസ് ഓഫ് ടൈം പറയുന്നുണ്ട്, ആഡ്വേർബ് ക്ലോസ് ഓഫ് പ്ലേസ് പറയുന്നുണ്ട്, ആഡ്വേർബ് ക്ലോസ് ഓഫ് റീസൺ, പർപ്പസ്, കമ്പാരിസൺ, ക്ലോസ് ഓഫ് കണ്ടീഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ഇത് കേൾക്കുമ്പോ ടെൻഷൻ അടിക്കണ്ട. ആഡ്വേർബ് ടൈം എന്ന് പറയുന്നത് ഇപ്പോ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നതെങ്കിൽ ആഡ്വേർബ് ഓഫ് ടൈം ആണ്. ഓക്കെ, അതിനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ ടൈം എന്താണ്, മാനർ എന്താണ്, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് നോട്ട് തരാം. ഓക്കെ, നിങ്ങൾ എഴുതിയെടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരാം. ടൈം എങ്ങനെയാ വരാ, മാനർ എങ്ങനെയാ വരാ, റീസൺ എങ്ങനെയാ വരാ, പ്ലേസിൽ എങ്ങനെയാ വരാ, അങ്ങനെ ഒരുപാടുണ്ട്. ആഡ്വേർബ് വരുന്ന കുറെ പ്ലേസസ് ഉണ്ട്. ആ രീതിയിൽ എങ്ങനെയാണ് വരാന്ന് ഞാൻ പഠിപ്പിക്കാം. ഫ്രീക്വന്റ്ലി വരാ, ഓക്കെ, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അതുകൊണ്ട് ക്ലിയർ ആകും. ഇനി ഇവിടെ ഇത് നിങ്ങളുടെ എക്സസൈസ് പറയുന്നത് അത് പേര് കമ്പൈൻ ചെയ്യാനാണ്. ഈ വേർഡ് വെച്ചിട്ട് കമ്പൈൻ ചെയ്യാനാ പറയുന്നത്. ഓൾദോ അൺലെസ് വെച്ചിട്ട് ഒന്ന് കമ്പൈൻ ചെയ്യാനാ പറയുന്നത്. അതിന്റെ ആൻസർ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇതാണ് എക്സസൈസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഇൻ അഡ്ജക്റ്റീവ് ആൻഡ് ആഡ്വേർബ്.
ഒരു കമ്പാരിസൺ പോലെ പറഞ്ഞാക്കലാണ് അഡ്ജക്റ്റീവിനെയും ആഡ്വർബിനെയും ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് വായിക്കുമ്പോ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, പിന്നെ ഞാൻ പഠിപ്പിച്ചു തന്നത് മറക്കരുത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ മാം. അപ്പോ ഞാൻ പഠിപ്പിച്ചത് മാത്രം നോക്കാം, അതിനുശേഷം ടെക്സ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചും കൂടെ നോക്കാം. ഓക്കെ, അപ്പോഴാ പ്രശ്നം വരിക. എന്തോ ഇതിനെ ടെസ്റ്റ് നോക്കുമ്പോഴാണ് ടെക്സ്റ്റ് നോക്കുമ്പോൾ ടീച്ചറിന്റെ നോട്ട് പഠിച്ചിട്ട് ഒരുവിധം പഠിച്ചു വന്നിട്ട് പിന്നെ ടെസ്റ്റ് നോക്കുമ്പോ ആകെ തലവേദന എടുക്കും. അപ്പൊ ഏതാണ് കറക്റ്റ് എന്നുള്ളത് ടെക്സ്റ്റിൽ നോക്കിയിട്ടുണ്ട് ചില കൺഫ്യൂഷൻ അല്ല, സംഭവം അത്രയൊക്കെ ഉള്ളൂ. വരിക. കൺഫ്യൂഷൻ വരും. സൗണ്ട് ബ്രേക്ക്, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോ യൂണിറ്റ് 8 എന്ന് പറയുന്നത് നമ്മുടെ അഡ്വർബ് ആയിരുന്നു. ഇനി യൂണിറ്റ് 7 എന്ന് പറയുന്നത് നൗൺ ആണ്. ഓക്കെ, അപ്പൊ 6, 7, 8 ഇത് 3 യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ആണ്. അപ്പൊ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും നിങ്ങൾ വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ടെക്സ്റ്റ് വെച്ചിട്ട് വായിക്കാം. നിങ്ങൾ സ്വയം ഒന്ന് വാലുവേറ്റ് ചെയ്യാം. എങ്ങനെയൊക്കെയാണ് വരിക. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അത് പറഞ്ഞ് ഞാൻ ഏതൊക്കെ യൂണിറ്റ് ആണ് ഒന്നും കൂടെ പറഞ്ഞു ടീച്ചർ? 6, 7, 8. 3, 7, 6, 7, 8. ഓക്കെ, ഇവിടെ നൗൺ കുറച്ച് ക്ലോസിന് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പോസിറ്റ് നൗൺ ഓർ പ്രൊനൗൺ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എക്സസൈസും ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ആൻസറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എന്നിട്ട് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ വെച്ച് കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. സ്വയം ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം മാക്സിമം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുറച്ചുകൂടി നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യും. നിങ്ങൾ അതിനു വേണ്ടി എഫേർട്ട് എടുക്കും, കുറച്ച് റെഫർ ചെയ്യും. അത് നിങ്ങൾക്ക് കുറച്ച് നല്ലതാണ്. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ. ഞാൻ പഠിപ്പിച്ചത് എല്ലാം ക്ലിയർ ആണല്ലോ. അഡ്ജക്റ്റീവ്, ആഡ്വർബ്, നൗൺ ഇത് മൂന്നും ക്ലിയർ അല്ലേ? അറിയൂ? ക്ലിയർ മാം. ക്ലിയർ ആണ്. ഓക്കെ, പിന്നെ ടെക്സ്റ്റ് വെച്ചിട്ട് നോക്കാം. അപ്പൊ എന്തായാലും ഡൗട്ട് വരും കേട്ടോ. കൺഫ്യൂഷൻ വരും, ഡൗട്ട് വരും. അപ്പൊ അതൊക്കെ നിങ്ങൾ മാനേജ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ വെച്ച് ഡിസ്കസ് ചെയ്യാം, ചോദിക്കാം. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ഒന്ന് നോക്കണം. പിന്നെ ഒരു കാര്യം, ടെക്സ്റ്റ് നോക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൂടെ നോട്ട് ചെയ്തിട്ട് വേണം ടെക്സ്റ്റ് ഒക്കെ നമുക്ക് വായിക്കാൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് നാളെ ആഡ്വർബിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. അല്ലെങ്കിൽ നൗൺ ഒന്നിച്ച് മോക്ക് ടെസ്റ്റ് വെക്കണോ? രണ്ടും വെക്കണോ? എന്താ ചെയ്യണ്ടേ? ഓരോന്ന് ചെയ്യാം മാം. ഇതാകുമ്പം ശരിക്കും ക്ലിയർ ആയി പോകുന്നുണ്ട്. ഓരോ പോർഷൻ വെച്ചിടും. എന്നിട്ട് മൊത്തത്തിൽ ഒന്നും കൂടെ ഇടാന്ന് മാം പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ നാളെ ആഡ്വർബിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്ത വരുമ്പോ നമുക്ക് നൗണിന്റെ മോക്ക് ടെസ്റ്റ് ഇടാം. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. സോ അതിന്റെ ചെയ്യാം. നമുക്ക് സൈൻ ഔട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഹാപ്പിനെസ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് അസറ്റ് ഇൻ ലൈഫ്. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം സന്തോഷമാണ്. സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മളുമാണ്. ഓക്കെ, ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you.